നടത്തുന്ന ഓരോ മനുഷ്യനെയും അവനെ കണ്ണുനീര് തുളയ്ക്കുന്ന കഷ്ടത്തിൽ താങ്ങുന്ന ഒരു യേശു എന്ന് പറയുന്ന യേശു കർത്താവിനെ കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാനായി കടന്നു വന്നത്. ഞങ്ങൾ ദേശത്ത് വരെ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ടായിരുന്നു. കാരണം പല ദേശങ്ങളും ഞങ്ങൾ കടന്നു പോകാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും വന്ന് നിങ്ങളോട് ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ച് പറയുവാൻ, ജീവനുള്ള ദൈവത്തെക്കുറിച്ച് പറയുവാൻ ഇടയായ കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ ജീവിതത്തിൽ ചെയ്തു. ഞങ്ങളുടെ കഷ്ടങ്ങളുടെ മധ്യത്തിലും ഭാര്യങ്ങളുടെ മധ്യത്തിലും ഞങ്ങൾ തകർന്നു പോകേണ്ട സ്ഥാനത്ത്, ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് മരണത്തെ ആശ്രയിച്ച് മരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അന്ന് ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഒരിടത്തും അഭയമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആരും ഞങ്ങൾ ആശ്രയമില്ലാതിരിക്കുമ്പോൾ ഞങ്ങളെ മരണത്തിൽ നിന്ന് വിടുവിച്ചു, അല്ലെങ്കിൽ പല രോഗത്തിന്റെ അവസ്ഥയിൽ മരണകരമായ അവസ്ഥയിൽ ഞങ്ങൾ കിടക്കുവാനിടയ സമയത്തും ഞങ്ങൾക്ക് ജീവൻ തന്നു. ഒരു ജീവനുള്ള ദൈവമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന യേശു കർത്താവിനെ കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞങ്ങൾ ആരെയും മതം മാറ്റുവാനോ ഒന്നുമല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ ദൈവത്തെ നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ നിനക്ക് ഉത്തരം തരുമെന്ന് പറയുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. കാരണം ആര് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നാലും, നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും, ദൈവത്തെ ഒന്ന് യേശുവേ എന്ന് പറഞ്ഞ് എൻ്റെ വിഷയങ്ങൾ ഞാൻ ദൈവത്തോട് പറയുമെങ്കിൽ നിശ്ചയമായ ദൈവം നമ്മുടെ കണ്ണുനീര് കണ്ട്, നമ്മുടെ അവസ്ഥ കണ്ട്, നമ്മുടെ വിഷയത്തിൽ നിശ്ചയമായ മറുപടി വരുന്ന ഒരു കർത്താവാണ് യേശു എന്ന് പറയുന്നത്. യേശു എന്ന ഒരു ക്രിസ്ത്യാനിറ്റി, ഒരു കമ്മ്യൂണിറ്റി ദൈവമല്ല. ഞാൻ സകല ജാതികളുടെ ദൈവമായ യഹോവ എന്ന കർത്താവ് പറയുന്ന ഏതൊരു വ്യക്തിക്കും തന്റെ കഷ്ടത്തിൽ വിളിച്ചപേക്ഷിക്കാൻ പറ്റിയ ഒരു കർത്താവാണ്. നമ്മൾ അതിനുവേണ്ടി ഒന്നും ദൈവത്തിന് കൊടുക്കണ്ട, നമ്മുടെ സമ്പത്ത് കൊടുക്കണ്ട, നമ്മളൊന്നും കൊടുക്കണ്ട. നമ്മുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വേദനകള് നമ്മൾ കർത്താവിനോട് പറയുമ്പോൾ ആ ജീവനുള്ള കർത്താവ് നമുക്കായി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഒരിക്കലും നമ്മുടെ കണ്ണുനീർ കണ്ടിട്ട് നീ എനിക്ക് ഇന്നത് ചെയ്താൽ മാത്രമേ ഞാൻ നിനക്കായി പ്രവർത്തിക്കൂ എന്ന് പറയുന്ന ഒരു ദൈവമല്ല യേശു കർത്താവ്. വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ നമുക്ക് മറുപടി തരുന്ന ദൈവമാണ്. നമ്മുടെ ഭാരമായിക്കോട്ടെ, നമ്മുടെ തലമുറകൾ, ഇന്ന് നമുക്കറിയാം നമ്മുടെ തലമുറകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക പല മേഖലകളിൽ. അല്ലെങ്കിൽ അവര് ആത്മഹത്യ ചെയ്യുന്നു, മദ്യത്തിനെ, മയക്കുമരുന്നിനെ, മാതാപിതാക്കളെ കൊല്ലുന്നു, അല്ലെങ്കിൽ സഹോദരങ്ങളെ പോലും തിരിച്ചറിയാത്ത, അപ്പനും അമ്മയും തിരിച്ചറിയാത്ത ഒരു കലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും നമ്മൾ അത് അറിയാറുണ്ട്. പക്ഷേ നമ്മുടെ തലമുറകൾ പോലും നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ തലമുറക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് കാലഘട്ടത്തിൽ നമുക്കറിയാം ദൈവത്തെ അധികം വിശ്വസിക്കുന്ന, ഏത് ദൈവത്തെയാണ് വിശ്വസിക്കുന്ന ഒരു കുറവാണ്. കാരണം സ്വന്തം ഇഷ്ടപ്രകാരം ഈ ലോകത്തിലെ മോഹങ്ങളിലും മറ്റു കാര്യങ്ങളിലും അല്ലെങ്കിൽ സമ്പത്തിനെ അനുസരിച്ച് ആ ഉന്നത രീതികൾക്ക് വേണ്ടി ജീവിക്കുന്ന എല്ലാവരും അങ്ങനെയാണ് നടക്കുന്നത്. പക്ഷേ ദൈവത്തെ പോലും വിളിച്ചപേക്ഷിക്കുന്നത്, ദൈവം പറയുന്ന നിന്റെ വിഷയങ്ങൾ അല്ലെങ്കിൽ നിന്റെ തലമുറകളെ ദൈവത്തിന് സമർപ്പിച്ചു കൊടുത്താൽ, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായി അവിടെ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നും മറ്റു ദുശീലങ്ങളും എല്ലാം നമ്മുടെ ദൈവം നിശ്ചയമായി ദൈവം വിടുവിക്കും. കുടുംബങ്ങൾ നമുക്ക് സമാധാനം ഉണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങൾ മെഡിക്കൽ കോളേജിന്റെ അവിടെ നിന്നാണ് വരുന്നത്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന്റെ അവിടെ നിന്നാണ് വരുന്നത്. കാരണം ഞങ്ങൾക്ക് ജോലി ഇല്ലാത്തത് കൊണ്ടോ ഞങ്ങൾക്ക് സമയം വെറുതെ കളയാറുണ്ട് ഈ പെട്ടിയും തൂക്കി പിടിച്ച്. കാരണം ഞങ്ങൾ നല്ല ജോലിയും നന്നായിട്ട് സാമ്പത്തികവും നല്ല നിലവാരത്തിൽ ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നുവെങ്കിൽ ഇത് ഈ ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. മനുഷ്യൻ നമ്മളെ തള്ളിക്കളയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ തള്ളിക്കളയുമ്പോൾ, ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്കൊരു നേരത്തെ ഭക്ഷണത്തിന് പോലെ ഒരു വ്യക്തി നമുക്ക് കാണത്തില്ല. എന്നാൽ സ്വർഗത്തിലേക്ക് നമ്മുടെ ദൈവം യേശുവെ എന്ന് വിളിച്ചപേക്ഷിച്ച് ഞങ്ങൾ മരിക്കണമെന്ന് ചിന്തിച്ച് മരണത്തെ ആഗ്രഹിച്ചിരുന്ന സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടു, സകല സമ്പത്തും സകലതും നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാം തള്ളിക്കളഞ്ഞ സമയത്ത് ഞങ്ങൾ മരണത്തെ ആശ്രയിച്ചിരിക്കുമ്പോൾ ഈ ദൈവത്തെ ഒരു വ്യക്തി മുഖാന്തരം ഞങ്ങൾ ദൈവത്തെ അറിയുവാനില്ല. ഈ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ച കാരണം ഞങ്ങൾക്ക് മരിക്കേണ്ട അവസ്ഥ ഉണ്ടായില്ല. ആ മരണത്തിൽ ഞങ്ങൾ ദൈവം വിടുവിക്കാൻ മാത്രമല്ല, നഷ്ടപ്പെട്ടേക്കാൾ ഇരട്ടിയായി മടക്കി തന്ന് ഇന്ന് അനേകം പേരുടെ മുന്നിൽ ദൈവത്തിന്റെ അത്ഭുത ജീവനുള്ള സാക്ഷിയായി നിൽപ്പാൻ അനേക ദേശങ്ങൾ കടന്നു ചെന്ന് അനേക സ്ഥലങ്ങളിൽ ചെന്ന് പബ്ലിക്കായിട്ട് ഒരു നാണവുമില്ലാതെ ഈ കർത്താവിനെ സ്തുതിപ്പാനും ഈ കർത്താവിനെ മഹത്വപ്പെടുത്താനും കർത്താവ് തന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾ അറിഞ്ഞ സത്യം, ഞങ്ങൾ അനുഭവിച്ച സത്യം അത് നിങ്ങളോട് വിളിച്ചു പറയാനാണ് ഞങ്ങൾ വന്നത്. അല്ലാതെ ചർച്ചിൽ പോയത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ സ്നാനപ്പെട്ടുകൊണ്ട് മാത്രം ദൈവത്തെ അവിടെ പോയി ആരാധിച്ചാൽ മാത്രമേ ദൈവം വിളിക്കുന്നല്ല പറയുന്നത്. നിന്റെ വേദനയിൽ, നിന്റെ ഭാരത്തിൽ, നിന്റെ കഷ്ടത്തിൽ, നിന്റെ കണ്ണുനീരിന്റെ അവസ്ഥയിൽ നീ എവിടെ ആയിക്കോട്ടെ, ഏത് ഭവനത്തിന്റെ ഉള്ളറയിൽ ഇരുന്നാലും നിന്റെ തലമുറകളുടെ വിഷയത്തിന് വേണ്ടി ഭാരത്തോടെ കണ്ണുനീരോടെ
എന്തെങ്കിലും ഒരിക്കലും ശരിയാവുമോ, ഇന്ന് ശരിയാവും, അല്ലെങ്കിൽ നാളെ രക്ഷ പ്രാപിക്കുമെന്ന് കരുതി കരഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങൾ ഓടി നടന്നിട്ടും ഒന്നും സംഭവിക്കാതിരിക്കുമ്പോൾ ഈ കർത്താവ് യേശു കർത്താവിനെ ഒരു നിമിഷം മാത്രം വിളിച്ചപേക്ഷിച്ചാൽ നിന്റെ വിഷയം കർത്താവിനോട് പറഞ്ഞാൽ നിശ്ചയമായി ഈ ദൈവം നിങ്ങളെ വിടുവിച്ചിരിക്കും. ഏത് കഠിന വിഷയമായിരുന്നാലും ശരി തന്നെ അതിൽ നിന്നൊരു വിടുതൽ ദൈവം നൽകിയിരിക്കും. ഒരിക്കൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഞാൻ മരണത്തോട് മല്ലടിച്ച സമയമുണ്ടായിരുന്നു. ഡോക്ടർമാർ വിധി എഴുതി 18 ഡോക്ടേഴ്സ് ഒന്നിച്ചിരുന്ന് എന്നെ സ്കാൻ ചെയ്തു. അതിനുശേഷം എൻ്റെ അതേ രോഗാവസ്ഥയിൽ അവിടെ പോയ ഒരു കുട്ടി 10 മിനിറ്റ് കൊണ്ട് മരിച്ച് എൻ്റെ ബോഡി കൊണ്ടുപോയ സമയത്തായിരുന്നു ഞാനും അവിടെ അതേ രോഗത്താൽ അവിടെ കടന്നു ചെന്നത്. എന്നാൽ അപ്പോൾ അവർ പറഞ്ഞു, സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു 18 ഡോക്ടേഴ്സ് റെഡിയായിരുന്നു. കാരണം എന്നെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ആ റൂമിൽ കയറ്റാനായിട്ട് റെഡിയായിരിക്കും, എല്ലാം സജ്ജീകരണം ഒരുക്കി. മറ്റാരെയും ഓപ്പറേഷൻ തിയേറ്റർ കയറ്റരുത്, ഇതിന് പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും. ആ റിസൾട്ട് കൈ കിട്ടിയാൽ ഉടനെ തന്നെ ഓപ്പറേഷൻ റെഡി ആയിക്കോണം. ഒരുപക്ഷെ ഇതിന് ജീവൻ കിട്ടും, ഒരുപക്ഷെ ഓപ്പറേഷൻ ചെയ്യണം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആ ഓപ്പറേഷൻ ചെയ്ത ഒന്നിൽ ബ്ലീഡിങ് ഉണ്ടാവും, അത് നിൽക്കുമോ എന്ന് അറിയത്തില്ല. ഒരിക്കൽ രക്ഷപ്പെടും, ഒന്നുകിൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയ സമയത്ത് അന്ന് ഞാൻ എൻ്റെ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചു. എനിക്കൊരു മകനുണ്ട്, ഒരു കുഞ്ഞു പൈതലായിരുന്നു. ഞാൻ പറയും, കർത്താവേ ദൈവമേ നിന്റെ ഹിതമാണോ ഇത്, നിന്റെ ആത്മാവ് എന്നിലുണ്ടെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കരുതേ കർത്താവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ ദൈവത്തിന്റെ വിടുതൽ എൻ്റെ ജീവിതത്തിലുണ്ടായി. അന്ന് വന്ന റിസൾട്ട്, രണ്ടാമതായി അവർ കൊടുത്ത ബ്ലഡിന്റെ റിസൾട്ട് വന്നപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ആ ശരീരത്തിലേ ഇല്ല. ഡോക്ടേഴ്സ് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണ്ട, ഒന്നുമില്ല എന്ന് ഡോക്ടർ പറയാനിടയായി. എനിക്ക് ഓപ്പറേഷൻ ഇടാനുള്ള ഡ്രസ്സ് വാങ്ങിച്ചപ്പോൾ അത് ചെറുതായിരുന്നു. ഒരു 10 മിനിറ്റ് മുമ്പേ ആ ഡ്രസ്സ് എനിക്ക് പാകമായിരുന്നെങ്കിൽ അവരെന്നെ ഓപ്പറേഷൻ ചെയ്യുമായിരുന്നു. പക്ഷേ അത് മടക്കി കൊണ്ടുകൊടുത്ത് മാറ്റി വാങ്ങാൻ പോയ സമയത്ത് ദൈവം അത്ഭുതം ചെയ്തു. ആ ഡോക്ടേഴ്സ് പറഞ്ഞു ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു, ഞങ്ങൾ കണ്ടതാ ആ സംഭവം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അതൊരു ബ്ലഡ് കൊണ്ടുള്ള മുഴയായിരുന്നു. കാരണം ആ ബ്ലഡ് തൊട്ടാൽ തന്നെ അതെങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്ന അവർക്ക് അറിയത്തില്ല. അത് പൊട്ടിയാൽ ആ സമയം മരിക്കും, അത് ശ്വാസകോശത്തിന് നേരെ കയറും, ബ്ലഡ് കട്ട പിടിക്കും, അപ്പോൾ തന്നെ മരണം നടക്കും. അതായിരുന്നു അവരവസ്ഥ. പക്ഷെ ആ 90 പേർ 10% പേർക്ക് മാത്രം വരുന്ന രോഗം വരുന്നത്. എന്നാൽ എൻ്റെ കർത്താവ് അങ്ങനെ ഒരു വിഷയത്തെ പോലും എൻ്റെ ശരീരത്തിനുള്ളിൽ ഇല്ലാതെ വേണം എടുത്തു കളഞ്ഞ് എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ച് ഇന്നും ഞാൻ ജീവനോടെ ഇരുന്ന് എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിൻ്റെ അത്ഭുതം മാത്രമാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നിന്റെ ഏത് വിഷയത്തിനു മേലും മറുപടി തരുന്ന, ജീവനോടെ ഇരിക്കുന്ന, ഇന്നും ജീവനോടെ ഇരുന്ന, അത്ഭുതങ്ങൾ ചെയ്യുന്ന, നമുക്ക് വേണ്ടി അടയാളങ്ങൾ ചെയ്യുന്ന, നമ്മുടെ കണ്ണുനീർ കണ്ട് മാറിപ്പോകുന്ന ഒരു ദൈവമല്ല. നമ്മുടെ പാപങ്ങളെ ഭൂമിയിൽ കടന്നു വന്ന് നമ്മൾ പാപികളായിരുന്നപ്പോൾ ആ പാപത്തെ കഴുകി ശുദ്ധീകരിച്ച് നമ്മൾ രക്തം കൊണ്ട് കാൽവരി അവൻ്റെ അവസാനത്തുള്ള രക്തം വരെ നമുക്കായി യാഗം കഴിച്ച് ആ രക്തം കൊണ്ട് നമ്മളെ ശുദ്ധീകരിച്ച് മരിച്ച് ഉയർന്നെണീറ്റ് ഇന്നും സ്വർഗത്തിലിരുന്ന് നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്കായി പക്ഷപാതം ചെയ്ത് നമ്മൾക്കായി നിത്യജീവനെ പ്രാപിക്കത്തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്കായി വൻ കൃപ ചെയ്യുന്ന ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ ദൈവം മാത്രം, ഈ ദൈവത്തെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരിച്ച് ഈ ലോകത്തില് കഷ്ടങ്ങൾ ഒത്തിരി നമ്മൾ അനുഭവിച്ചാലും ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്ഥലമുണ്ട്, നിത്യത എന്ന് പറയുന്ന സ്ഥലം. നിത്യജീവനിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കർത്താവിനെ നിശ്ചയമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിത്യത എന്ന സ്ഥാനത്ത് എത്തുവാൻ കഴിയും. ഈ ഭൂമിയിൽ മാത്രമല്ല നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നത്, വരുന്ന ലോകത്ത് നമുക്ക് നിത്യതയിലേക്ക് നിത്യജീവൻ പ്രാപിക്കുവാനായി നമുക്ക് കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. കാരണം ഒരിക്കലും തള്ളിക്കളയുന്ന ദൈവത്തെയല്ല, നമുക്ക് ആശ കൊടുത്തോ എന്തെങ്കിലും ചെയ്തോ പ്രസാദിപ്പിക്കാൻ ഈ ദൈവത്തെ നമ്മുടെ സമയവും നമ്മുടെ തന്നെ സമർപ്പിച്ച നിശ്ചയമായും ഹല്ലേലൂയ സ്തോത്രം ഈ ദൈവം നമ്മളെ രക്ഷിക്കും. ഞങ്ങൾ അറിഞ്ഞ രക്ഷ, ഞങ്ങൾ അനുഭവിച്ച സ്നേഹം, സന്തോഷം, ഞങ്ങൾ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്തോഷ സമാധാനവും എന്ത് വിഷയത്തിന് ഞങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നു ആ വിഷയത്തിൽ ഒന്ന് മുട്ടുമടക്കി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവം ഞങ്ങൾക്കായി ഇറങ്ങുവന്ന് അത്ഭുതങ്ങൾ ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവിക്കുന്ന ദൈവമത്തിലെ യേശു കർത്താവ്, ആ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ആരായിരുന്നാലും ശരി, നിങ്ങൾ എവിടെ ഇരുന്നാലും ഞങ്ങളുടെ ശബ്ദ പരിധിക്കുള്ളിലിരുന്ന് ഞങ്ങൾ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒന്ന് മാത്രം എനിക്ക് പറയാൻ കഴിയും, കർത്താവ് മറ്റൊന്നിലും രക്ഷയില്ല. ഏതിലോട്ട് നമ്മൾ എങ്ങോട്ട് ഓടിയാലും നമുക്ക് രക്ഷയില്ലാതിരിക്കുമ്പോൾ ഈ ദൈവം നമ്മുടെ രക്ഷകനായി നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ്. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാട്ടെ. ഈ കേട്ടത് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ അനുഗ്രഹമായി തീരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് കടന്നു വരുവാനും നിങ്ങളോട് ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ച് പറയുവാനും ദൈവം ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കാൻ നന്ദി പറയുന്ന സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ ദൈവം മാനിക്കുമാറാട്ടെ, അനുഗ്രഹിക്കുമാറാട്ടെ.